ഹായ്. വെൽക്കം ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനു മുമ്പ് നമ്മള് അഭിജിത്ത് ഇവിടെ വന്നിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. അന്ന് എത്ര സ്റ്റാർസ് കിട്ടിയെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? പക്രചേട്ടൻ 4 സ്റ്റാർസ് തന്നാണ്. അതെ, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ്. അതെ, അപ്പൊ ഇന്നും എന്താണ് പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത്? ഒരു 4 സ്റ്റാർസിന്റെ വോയിസ്. 4 സ്റ്റാർസിന്റെ വോയിസ് ആണ്. ശരി, അപ്പൊ അഭിജിത്ത് നമ്മൾ തുടങ്ങുകയല്ലേ? അതെ അതെ. ആരുടെ വോയിസ് ആണ് ആദ്യം എടുക്കാൻ പോകുന്നത്? ആദ്യം തന്നെ തമിഴകത്തിന്റെ തളപതി വിജയ്. വിജയ് സാറിന്റെ വോയിസ്. എല്ലാവരുടെയും മിക്ക ആൾക്കാരും നമുക്ക് അപ്പൊ കേട്ട് നോക്കാം. மாமே அன்போ அடியோ எனக்கு கொடுக்கும்போது கொஞ்சம் யோசிச்சு கொடுக்கணும். நீ எது கொடுத்தாலும் அதை நான் ட்ரிபிள திருப்பி கொடுப்போம். உனக்கு தெரியாதுல்ல என்னை பத்தி. கிரவுண்டு மொத்தம் ஆளுங்க இருக்கலாம், ஆனா ஆடியன்ஸ் எல்லாரும் ஒருத்தனை மட்டும் தான் பார்ப்பாங்க. கேள்விப்பட்டிருக்கியா? ஆட்ட நாயகன் വിജയ് സാർ തന്നെ ലൈവായിട്ട് വന്ന് സംസാരിച്ചത്. ഓക്കെ, വിജയ് സാറിന്റെ ലൈവ് വോയിസ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. என் நண்பா நண்பிகள் எல்லாருக்கும் வணக்கம். எல்லாரும் இப்படி இருக்கீங்க, நல்லா இருக்கீங்களா? ஹாய் பக்ரி சேட்டா, எப்படி இருக்கீங்க? நம்ம காவலுக்கு அப்புறம் ஒரு படம் பண்ணணும்னு நினச்சிட்டு இருந்தேன். பண்ணலாமா? கண்டிப்பா கண்டிப்பா சார். 68ஓட ஷூட் முடிஞ்சதுக்கு அப்புறம் நான் சொல்றேன். ஓகே சார். ஹாய் ஷாஜன் சேட்டா, வணக்கம் சார். எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? ஹாய் விபின், உங்களோட வெடிக்கட்டு படம் நான் பார்த்துருக்கேன், ரொம்ப சூப்பராக இருக்கு. இந்த பாட்டெல்லாம் ஆடுன கண்டாலும் பாடுன கண்டாலும் சூப்பராக இருக்கு இந்த பாட்டு. அப்போ இந்த ഞങ്ങൾക്കാக நீங்க இப்ப வாரிசு படத்துல ஒரு படம் பாடியில்லையா, அந்த பாட்டு பாடலாம். பாடலாம் சார், ப்ளீஸ் சார். கட்டு மல்லி கட்டி வச்சா, வட்ட கருப்பு பொட்டு வச்சா, சந்திரனி 2 வச்சா, சார பாம்பு இடுப்பு வச்சா, நட்சத்திர தொட்டி வச்சா, கரும்பு கோடி நெட்டி வச்சா, இஞ்சி வட்டி கண்ணம் வச்சா, இம்மா துண்டு வெக்கம் வச்சா, நெட்டி பட்டில் அண்ணன் தூக்கி பட்டு போல வச்சா வெள்ளை, சுட்டு பல்லு ஓரம் பார்த்து கண்ணு பட்டு வந்த வெள்ளை, தொட்டு பல்லு ஓரத்தில் உச்சி கொட்டு நேரத்தில் பட்டுன்னு பதிய உச்ச கட்டம் தொட்டவள ரஞ்சிதமே 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 மனசு கலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே உன்னை உதடு வலிக்க கொஞ்சம் அடி ரஞ்சிதமே ரஞ்சிதமே மனசு கலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே உன்னை உதடு வலிக்க கொஞ்சமே. ഓക്കെ, ഇതുപോലെ ഇനി ഇടിവെട്ട സംഭവങ്ങളുണ്ടോ? അടുത്ത രോമാഞ്ചം എന്ന മൂവിയിലെ സിജു സണ്ണി. ഓക്കെ, എന്താണ് ഹാൻസോ പോടാ കക്കൂസ് കയറ്റി വെള്ളം ഒഴിച്ച് ഭാഗ്യയിലെങ്ങാനും തൊട്ട കൈ ഞാൻ വിട്ടു. എടാ ആരാ വന്നേക്കെന്നറിയോ? അനാമിക. അടുത്ത വിജയ് സേതുപതി. വിജയ് സേതുപതി. ഓ യെസ്, സൂപ്പർ. അടുത്ത ഫേവറേറ്റ് അതെന്റെ. இந்த காத்து இருக்குல்ல சார், இந்த காற்று நம்ம சந்தோஷம், துக்கம், சோகம், வெற்றி, தோல்வி, உறவுகள், காதல், இதெல்லாம் இந்த காற்று மாதிரி சார். அதுவும் வரும், அதுவும் ஆசையை தரும், அப்போ அனுபவிச்சுக்கணும் சார். ஆனால் தக்க வச்சுன்னு வச்சு அடுத்த நிமிஷத்தில் நிம்மதி போடும் സാർ. അപ്പോൾ അടുത്ത ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു ശ്രമമാണ് നമ്മൾ ഷൈൻ ടോം ചാക്കോ ലൈവായിട്ട് വന്ന് സംസാരിച്ചു. എങ്ങനെയായിരുന്നു? ഇവിടെ എന്താ പരിപാടി? മൊത്തക്കൂടെയും മാലയൊക്കെ ഉണ്ടല്ലോ, എന്തായാലും ഇതിനോട് പരിപാടി? നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി. അത് ഇപ്പൊ എന്നെ വേണ്ട ഇറക്കും. കോമഡി മാസ്റ്റേഴ്സിൽ എന്നെ വിളിച്ചില്ല, ഞാനിവിടെ വന്നപ്പോ അറിയുന്ന ഇവിടെ പരിപാടി നടക്കുന്നത്. നമ്മൾ വിളിച്ചായിരുന്നല്ലോ ഇല്ലേ? എന്നെ വിളിച്ചിട്ടില്ല. നേരത്തെ ആണെങ്കിൽ ക്യാമറ കൊണ്ട് പുറകെ നടത്താനും എന്നെ ഓടിക്കാനും എല്ലാവരും ആൾക്കാരുണ്ട്. പക്രുചൂണും വല്ല മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. നമ്മളെല്ലാരും ഓണം ആഘോഷിക്കും. പക്ഷെ ആരെങ്കിലും ഇവിടെ മാവേലി കണ്ടുണ്ടോ? ഇല്ല. പക്ഷെ മാവേലി ഇല്ലെന്നാണോ? അല്ല, മാവേലി ഉണ്ട്, പക്ഷെ മാവേലി ഇല്ല. പക്ഷെ മാവേലി ഉണ്ട്. മാവേലിയുടെ ഒറിജിനല്ല, എന്റെ ഒറിജിനല്. എന്റെ ഒറിജിനല്ല മൈക്കിൾ ജാക്സന്റെ ഒറിജിനല്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ശരി. എന്തായാലും പെർഫോം ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. എനിക്കത് ഷാജു ചേട്ടനാണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് എൻജോയ് ചെയ്തത് അല്ലേ? അപ്പൊ ഷാജു ചേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത വിജയ് സാറിന്റെ ശബ്ദമാണ്. സൂപ്പർ ആയിരുന്നു, ഉഗ്രനായിരുന്നു, രസമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പുല്ലാടെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ കോട്ടയംകാരുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് വന്ന ഒരാളെന്നുള്ള നിലയ്ക്കും എൻ്റെ ചേച്ചിയുടെ സ്ഥലത്ത് നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷം. അടിപൊളി, ഗംഭീരമായിരുന്നു. അഭിജിത്ത് വരുന്നതെന്ന് കണ്ടപ്പോൾ നമ്മളൊരു പ്രതീക്ഷയുണ്ട്. ഇതെല്ലാം പ്രതീക്ഷ തെറ്റിയില്ല. നല്ല രസമായിട്ട് തന്നെ വന്നു. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു,
ഇവര് രണ്ടുപേരും പുതിയതാണല്ലോ. അതെ. ഇവരെന്തായിരിക്കും പറയാൻ പോകുന്നുള്ള ഒരു കൗതുകം നമുക്കുണ്ട്. അഭിജിത്തിന്റെ പെർഫോമൻസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഇവര് പറയട്ടെ. പിന്നെ അതെ, വിപിൻ ചേട്ടൻ പറഞ്ഞോ. വിപിൻ ചേട്ടാ, അല്ല, സത്യത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇന്ന് സൗണ്ടിന് വല്ല അടപ്പുമല്ലോ ഉണ്ട്. ഇന്ന് ചെറുതായിട്ട് ചെറിയൊരു അടപ്പുണ്ടെന്ന് തോന്നുന്നില്ല. വിജയൊക്കെ പക്കയായിരുന്നു, പക്ഷെ ആ അടപ്പിന്റെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ബാക്കി എല്ലാ ശബ്ദങ്ങളും ഗംഭീരമായിരുന്നു. വിജയ് സേതുപതിക്ക് മാത്രം ഒരു കുഞ്ഞു കറക്ഷൻ, എൻ്റെ ഒരു ചെറിയൊരു കറക്ഷൻ ഞാൻ പറയാം. വിജയ് സേതുപതിക്ക് ടോട്ടൽ സംസാരിക്കുമ്പോൾ ചെറിയൊരു നാക്കിനൊരു പിടുത്തമുണ്ട്. അത് ഉദാഹരണത്തിന് ഇപ്പൊ இல்ல சார், நம்ம வேற லெவல் சார். போடும்போது இந்த லால் சார்லி அவரு கையெல்லாம் இங்க இப்படி இப்படி நடுங்க சார். ഈ ഒരു പിടുത്തമുണ്ട്. അത് എപ്പോഴും എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും അനുകരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വിജയ് സേതുപതിക്ക് അങ്ങനെ ഒരു പിടുത്തമുണ്ട്. അതും കൂടി ഇതിൽ വരാനുള്ളൂ. പക്ക പെർഫെക്റ്റ് ആണ് നിങ്ങൾ ചെയ്തത്. വോയിസ് പക്കയാണ്. പക്കയാണ്. അതിൽ ഈ ഒരു പിടുത്തമുണ്ട്, നാക്കിന്റെ ഒരു പിടുത്തം. അതിപ്പോ വിപിൻ ചേട്ടൻ കാണിച്ചു തന്നില്ലേ, ഇനി അതങ്ങ് നോക്കിയാ മതി. ഞാൻ കാണിച്ചത്, ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. പക്ഷെ അതും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഹാപ്പി ആയില്ലേ? ഹാപ്പി. ഓക്കെ, അപ്പൊ എന്തായാലും പക്ക ചേട്ടാ, ഇത്തവണ ഒരു കാര്യം ചെയ്യട്ടെ, ഇവര് രണ്ടുപേരും കൂടെ അങ്ങ് ഡിസ്കസ് ചെയ്യട്ടെ എത്രയാ കൊടുക്കണ്ടേ എന്നുള്ളത് അല്ലേ? അതെ. അപ്പൊ എന്തായാലും വിപിൻ ചേട്ടനും ഷാജു ചേട്ടനും ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ലാസ്റ്റ് ടൈം 4 സ്റ്റാർ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം അതിന് മേലിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തവണ കൊടുക്കുള്ളൂ. ഓക്കെ, താഴെ ആണെങ്കിലും കൊടുക്കില്ല. കാരണം 4 ആണല്ലോ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒപ്പമാണെങ്കിലും കൊടുക്കും. ഇല്ല, അത് ഇല്ല, ഇത്തവണ ഇല്ല, അത് അതിൽ തന്നെ നിൽക്കും. അപ്പൊ അത് 4 ആണെങ്കിൽ 4 നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ട്രോഫി ഉണ്ട് വീട്ടില്, അല്ലേ? അപ്പൊ ഇത്തവണയും 4 തന്നെ കൊടുക്കാനാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ തീരുമാനം. ഓക്കെ, സൂപ്പർ. അപ്പൊ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ 4 സ്റ്റാർ നേടിയിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പം അപ്ഗ്രേഡ് ആയിട്ടില്ല. അതായത് അപ്ഗ്രേഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് വൈസ് അല്ല, ഒരു സ്റ്റാറും കൂടെ ബാക്കിയുണ്ട്. അത് എത്തിപ്പിടിക്കണമെങ്കിൽ ഒന്നും കൂടെ ഒരു വരേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റാർ മേടിക്കാൻ വേണ്ടിയല്ലേ വരാൻ നോക്കിയത് ഇവിടെ. ഇപ്പോഴും 4 തന്നെയാണ് ഇവർക്കും ഇഷ്ടപ്പെട്ട് തന്നിരിക്കുന്നത്. സാരമില്ല, നമ്മൾ അടുത്ത തവണ വരുന്നു, 5ാമത്തെയും കൂടെ വാങ്ങും. ഈ 5ാമത്തെ അത്ര എളുപ്പത്തിൽ കിട്ടുന്നല്ല എന്നുള്ളത് കാണുന്നവർക്കും അറിയാം, നമ്മുടെ മാസ്റ്റേഴ്സിനും അറിയാം. എന്താണെന്നറിയോ? അതെ, മറ്റേ വിജയ് സേതുപതിയുടെ പിടുത്തം, ആ പിടുത്തം അത് ചെയ്തിട്ട് വന്നാൽ ഞങ്ങൾ 5 തരും. 5 തരും. അടുത്തവണ അതും കൂടെ പിടിക്കുവാണെങ്കിൽ ഇവിടുന്ന് അവിടെ ആ പിടുത്തം അങ്ങ് വിട്ട് 5 കൂടെ അങ്ങ് തന്നോളും. അപ്പൊ 4ന്റെ പിടുത്തം വിടും. പക്ഷെ നമ്മളെ വെറും കൈയോടെ വിടില്ല, ഒരു സമ്മാനം ഉണ്ട്. ഷാൻചേട്ടാ, പ്ലീസ് ജോയിൻ us. അപ്പൊ അഭിജിത്തിന്റെ വീട്ടിൽ ഓൾറെഡി നമ്മുടെ 2nd മോസ്റ്റ് റേറ്റിംഗ് അഥവാ അവാർഡ് ഉണ്ട് 4 സ്റ്റാർ എന്നുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ ഒരു വരവും കൂടെ വരണം. അപ്പൊ വരാൻ വേണ്ടി ഒരു അടിപൊളി ഷർട്ട് നമ്മൾ തന്നു വിടുകയാണ്. അത് ലണ്ടൻ ക്ലാസിക്കിന്റെ ഷർട്ട് തന്നെയാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. പക്രു ചേട്ടാ, എനിക്കൊരു ആഗ്രഹം പെട്ടെന്ന് വന്നതാണ്. സാധാരണ നമ്മളിവിടെ മിമിക്രി ചെയ്യുമ്പോൾ അവരോട് പറയാം ആ വോയിസിൽ ഒരു ബ്രേക്ക് പറയുമോ എന്നുള്ളത്. പക്ഷെ ഇന്ന് എന്നെ ഞെട്ടിച്ചത് വിപിൻ ചേട്ടന്റെ വിജയ് സേതുപതി സാറിന്റെ വോയിസ് എടുത്തതാണ്. അപ്പം പിടുത്തം വരുന്ന സാധനമല്ലേ? അതെ, വിപിൻ ചേട്ടാ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഒന്ന് പിടിച്ച് ബ്രേക്ക് പറയാൻ പറ്റുമോ? കോമഡി മാസ്റ്റേഴ്സിലെ ഒരു ബ്രേക്ക് എന്നുള്ളത് വിജയ് സേതുപതി സാറിന്റെ വോയിസ്. നാവ് പിടിച്ച് പറയണമെന്നല്ല. അതെ, ആ പിടിച്ച് പറഞ്ഞോ, ശരിയായില്ലെങ്കിൽ ഞങ്ങൾ കഴുത്തിന് പിടിക്കുവേ. விக்ரம் சார் ஒரு கதை சொல்லிட்டேன் சார், ஒரு கதை சொல்லிட்டேன் சார். என்ன கதை? உங்களை மாதிரி பொருட்கள் ஒரே கதை தானே, தெருவில் இருந்த தனித்தனியா வந்த அவ்வளவுதானே. ஐயோ, எப்படி சார் என் கண்ணில் எப்போ பார்த்தியா சார்? ஷார்ட் பிரேக் சார்.